എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു പരിചയക്കാരൻ്റെ ഫാമിലിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. കാരണം അയാളുടെ വീട്ടിലെ ഒരു ഡിവോഴ്സ് കേസ്, വിവാഹമോചനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, അത് വല്ലാതെ അദ്ദേഹത്തെ ബാധിച്ചിരിക്കുകയാണ്, ആ ഫാമിലിയെ ബാധിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇതുപോലെയുള്ള ഒരുപാട് കുടുംബങ്ങൾ കേരളത്തിലുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒരല്പമെങ്കിലും ആശ്വാസം പകരുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു. 2020 ഏകദേശം 18,000-ന് മേളിലാണ് ഈ വിവാഹമോചന കേസുകൾ കേരളത്തിൽ മുഴുവനായിട്ട് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം 2025 കണക്ക് പ്രകാരം നോക്കുമ്പോൾ അതിൻ്റെ ഏകദേശം ഇരട്ടിയോളമായി 35,000-ന് മേളിലേക്കാണ് അതിൻ്റെ സംഖ്യ പോകുന്നത്. മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന വിവാഹത്തിൽ ഏകദേശം 1/3 പരാജയത്തിലേക്കാണ് പോകുന്നത്. അതായത് കുടുംബ ബന്ധത്തിൽ പലതരം വഴക്കുകളും ഡിവോഴ്സ് കേസുകളും, അതുപോലെ വിവാഹമോചനവും, അതുപോലെ വേർപിരിഞ്ഞ് താമസിക്കുന്ന അവസ്ഥ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വീട്ടിൽ തന്നെ മിണ്ടാത്ത അവസ്ഥ, പലതരം ആക്രമണങ്ങളുള്ള അവസ്ഥ, അങ്ങനെ പലതരം കാര്യങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ കണക്കുകളും മറ്റും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല. നമുക്ക് വേണ്ടിയത് ഇതിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാം, ഈ കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഒന്നാമത്തെ കാര്യം, സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ലൈഫിലുമൊക്കെ അവരുടെ വ്യക്തിത്വം വളരെ നന്നായി സൂക്ഷിക്കാത്തതിൻ്റെ പിന്നെയുള്ള ബാക്കി പത്രമാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ എല്ലാത്തിനും ഡിജിറ്റലായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി ഒരു ഫോട്ടോ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നു, ഇതിനെല്ലാം ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ അത് തെളിവായിട്ട് തന്നെ അവശേഷിക്കും. അപ്പോൾ കോളേജ് ലൈഫിലും മറ്റും, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ കേരളം വിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ ഒക്കെ പോകുന്നവർ ഒരുപാട് അമിത സ്വാതന്ത്ര്യം എടുക്കുന്നതുകൊണ്ട് തന്നെ അവർ പല വിധത്തിലുള്ള തെറ്റുകളിലും ഉൾപ്പെടുന്നു. ഒരുമിച്ച് വിവാഹം ചെയ്യാതെ ഒരുമിച്ച് ജീവിക്കുന്ന അവസ്ഥകൾ ഒരുപാടുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ പുതിയ ആലോചന വഴിയുള്ള പുതിയ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ, അങ്ങനെ ഈ പഴയകാലത്തെ പ്രശ്നങ്ങൾ എപ്പോഴാണ് തെളിവ് സഹിതം നിങ്ങളുടെ മുന്നിൽ എത്തുക എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. കോളേജ് കാലത്തെ കുസൃതികളും വികൃതികളും ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് സമ്മതിച്ച് തരണം എന്നില്ല. അങ്ങനെ ഓരോ ജീവിത പങ്കാളിയും എങ്ങനെയൊക്കെയാണ് ഇതിനെ എടുക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ വിദ്യാർത്ഥി ജീവിതത്തിലെയും മറ്റുമുള്ള ഓരോ പിഴവുകളും ഓരോ പ്രശ്നങ്ങളും വിവാഹമോചനത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. മാത്രമല്ല, മാതാപിതാക്കൾ അധികമായിട്ട് ഈ കല്യാണം കഴിഞ്ഞിട്ട് ആ മക്കളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം അവരുടെയും സ്വന്തം താല്പര്യങ്ങൾ ഈ മക്കളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോൾ അവിടെയും പ്രശ്നം വരും. അത് കേട്ടിട്ട് ഒരു ചെറിയ കാര്യത്തിന് പോലും വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങാതെ ഈ മകനോ അല്ലെങ്കിൽ മകളോ വീട്ടിലേക്ക് പോരുന്ന അവസ്ഥ, അല്ലെങ്കിൽ വേർപിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇതിൻ്റെ എതിരായിട്ടുള്ള കാര്യവും സംഭവിക്കുന്നുണ്ട്. എന്ത് പ്രശ്നം, അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ്. ആ പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട്, ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നും കുഴപ്പങ്ങൾ വരുന്നുണ്ടെന്ന് അറിയിച്ചാൽ പോലും മാതാപിതാക്കൾ അനങ്ങാതെ പോകാറില്ല. ചിലർ അവർ സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങുന്നത് നാണക്കേടായിട്ട് കൂട്ടി ആരോടും മിണ്ടണ്ട എന്ന് പറഞ്ഞ് അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കും. എന്നിട്ട് പിന്നെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന ദയനീയമായിട്ടുള്ള അവസ്ഥ പലതും ഈ കേരളത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മക്കളുടെ വിവാഹശേഷം ആവശ്യത്തിന് മാത്രം മാതാപിതാക്കൾ സൂക്ഷിച്ച് കാര്യക്ഷമതയോടുകൂടി പെരുമാറുക. പല കുടുംബത്തിലും വിള്ളലുകൾ വീഴ്ത്തുന്നത് അമിതമായിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണ്. കാരണം സോഷ്യൽ മീഡിയ വഴി പല കാര്യത്തിനും ഉപദേശം തേടാൻ വേണ്ടി പോകും. അതുപോലെ ഒരുപാട് ഉപദേശങ്ങൾ തരുന്ന പലരും പ്രായോഗികമല്ലാത്ത പല സമീപനങ്ങളും പല ആശയങ്ങളും തരും. ഈ പുത്തൻ തലമുറ ചാടി ഇറങ്ങി പുറപ്പെടും. അങ്ങനെ വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ അവിടെയും വേർപിരിയാൻ കാരണമാകും. അതുമാത്രമല്ല, ഇൻ്റർനെറ്റിലൂടെ അതിവേഗം ഫോണിലൂടെ സഞ്ചരിക്കുന്ന ആ വേഗത യഥാർത്ഥത്തിൽ ലൈഫിന് ഇപ്പോൾ കിട്ടുന്നില്ല. അതായത് ഈ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ മറ്റുള്ള പലവിധ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ, ഇതിലൊക്കെ അമിത വേഗത്തിൽ പോകുന്ന രീതിയിൽ സ്വന്തം ജീവിതത്തെ സമീപിക്കുമ്പോൾ ആ ജീവിതത്തിന് ഇത്രയും വേഗതയില്ല.
അപ്പോൾ ഇവർക്ക് പല കാര്യങ്ങളിലും ബോറടിക്കും. അതുകൂടാതെ ഈ 2026 ഒരു പുതിയ സർവേ റിപ്പോർട്ട് വന്നായിരുന്നു. അതിലും പറയുന്നത് വിവാഹേതര ബന്ധങ്ങൾ കേരളത്തിൽ കൂടുകയാണ്. ആ ഒരു ലൈഫ് സ്റ്റൈല് പാശ്ചാത്യ രാജ്യങ്ങളെ അനുകരിച്ചുള്ള ആ ഒരു രീതി, അതായത് കുട്ടികളെ വിദേശത്തേക്ക് പഠിപ്പിക്കാൻ വിടുന്നു, അല്ലെങ്കിൽ ഈ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പഠിപ്പിക്കാൻ വിടുന്നു, ലിവിങ് ടുഗദർ അല്ലെങ്കിൽ കൊഹാബിറ്റേഷൻ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്ക് പിന്നീട് വിവാഹത്തിന് ഒരു മൂല്യമൊന്നും കാണത്തില്ല. പിന്നെ അതുമാത്രമല്ല, ഇതിലുണ്ടായിരുന്ന പല സുഹൃത്തുക്കളും പിന്നീട് വന്ന് ശല്യം ചെയ്യുക, ഇങ്ങനെ പലതരം കാര്യങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ എപ്പോഴും ഓർക്കണം, കുടുംബജീവിതത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്രശ്നം വരുന്ന കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കണം. അതിനായിട്ട് സ്വന്തം പേഴ്സണാലിറ്റി, സ്വന്തം ഐഡൻറ്റിറ്റി വളരെ നന്നായിട്ട് കീപ്പ് ചെയ്യണം. അതിനാണ് പറയുന്നത് ചെറുപ്പം മുതലേ ഒരു മോറൽ വാല്യൂ, കുറച്ചൊക്കെ കാര്യങ്ങളിൽ എത്തിക്സ്, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ, നമ്മുടെ കരിയർ തന്നെ എങ്ങനെ പോകണം എന്നുള്ള കാര്യം മുൻകൂട്ടി ഒന്ന് പ്ലാൻ ചെയ്യണം. ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കാനുള്ള സാധ്യത വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 5 വർഷമാണ്. അതിൽ തന്നെ ആദ്യത്തെ 3 വർഷം വളരെ ശ്രദ്ധയോടെ കുടുംബജീവിതം വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ പിരിയലിന് പല രീതിയിലും സാധ്യതയുണ്ട്. അതുകൂടാതെ ഇപ്പോൾ വിവാഹത്തിന് നടത്തുന്ന ധൂർത്ത്, പല വിധത്തിലുള്ള ആർഭാടവും അത്യാഡംബരവും മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പരസ്പരം കിടമത്സരം നടത്തിയിട്ട് കടം മേടിച്ച് നടത്തുന്ന പലതരം കല്യാണ ആഡംബരങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ പ്രശ്നം വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് ഈ പെൺവീട്ടുകാർക്കോ അല്ലെങ്കിൽ ആണിൻ്റെ വീടിനോ ഒന്നും പണം ഒട്ടും കാണത്തില്ല, കടം വരെ കയറും. അത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടൊരു പ്രശ്നം വന്നാൽ, അവരെ ഈ വീട്ടുകാർക്ക് പോലും സഹായിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളിൽപ്പെട്ട് ഒരുപാട് വേർപിരിയലുകളാണ് നടക്കുക. മാത്രമല്ല, അമിത സ്വാതന്ത്ര്യം എടുക്കുന്ന ജീവിത പങ്കാളികൾ, അതൊരു വിദേശത്തെ ഒരു രീതിയാണ്. ആരും ആരെയും അമിതമായിട്ട് നിയന്ത്രിക്കാൻ സമ്മതിക്കത്തില്ല, അങ്ങനെയുള്ളൊരു രീതി. ആ ഒരു സമീപനം നമ്മുടെ കേരളത്തിലും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കടുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ വേർപിരിഞ്ഞു പോകുന്ന, അപ്പോഴേ അവിടം വിട്ടുപോകുന്ന കുടുംബബന്ധങ്ങളാണ് ഇപ്പോൾ കൂടി വരുന്നത്. പല ഇൻഫ്ലുവൻസേഴ്സും കാണിക്കുന്ന ഒരു വിദ്യയാണ് അമിതമായിട്ടുള്ള സ്നേഹപ്രകടനം. അതുപോലെ കുടുംബജീവിതത്തിലെ കാര്യങ്ങൾ വളരെയധികം പെരുപ്പിച്ച് നടക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലേക്ക് ഉയർത്തി കാണിക്കുക. അപ്പോൾ നിങ്ങൾ ഓർക്കണം, 2 മനസ്സ്, 2 വ്യക്തികൾ, 2 വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ ഏകദേശം ഒരു 65% വരെയേ ഉള്ളൂ സാമ്യപ്പെടാനായിട്ടുള്ള, അതുപോലെ ഒരുപോലെ ചിന്തിക്കാനായിട്ടുള്ള ഒരു സാധ്യത. ബാക്കി ഒരു 30-35% നേരെ വിപരീതമായിട്ടുള്ള ആശയങ്ങളും രീതികളും സമ്പ്രദായങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ തന്നെ അവിടെ ഒരു സ്വരച്ചേർച്ച ഇല്ലാതെ വരുന്ന സാധ്യത അത്രയും ഉണ്ട്. അപ്പോഴാണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ജീവിക്കണം എന്ന് പറയുന്നതിൻ്റെ ആവശ്യം. എന്നാൽ 100% ആത്മാർത്ഥമായിട്ടും 100% സ്നേഹമായിട്ടും കാണിക്കുന്ന പല സോഷ്യൽ മീഡിയ വിദ്യകളും ഇതെല്ലാം ഫേക്കാണ്. ഫാമിലി ലൈഫിൽ 100% പെർഫെക്ഷൻ എന്ന് പറയുന്നൊരു സംഗതി ഇല്ല. അത് നിങ്ങളൊരു 65% പ്രതീക്ഷിച്ചാൽ മതി. യാഥാർത്ഥ്യമൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് അതിന് മാത്രം ബുദ്ധിമുട്ടുകൾ വരികയില്ല. ഒരുപാട് അമിത പ്രതീക്ഷയുമായിട്ട് ചെല്ലുന്നവർക്കാണ് കുടുംബജീവിതം തുടങ്ങുമ്പോഴേ അതിനൊത്ത് ഉയരാൻ പറ്റുന്നില്ലല്ലോ പങ്കാളിക്ക് എന്നുള്ള രീതിയിൽ പലവിധ വഴക്കുകളും മാനസിക ശാരീരിക ഉപദ്രവങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്നത്. കുടുംബ ബന്ധം എന്ന് പറയുന്ന ഒരു വില, അത് തന്നെ മൂല്യമില്ലാതെ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ജീവിക്കാൻ ശ്രമിക്കുക.